അപ്പോൾ നമ്മൾ പറഞ്ഞ സൂക്കിൻ്റെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന മൗസിൻ്റെ ബോക്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് സൂക്ക് ബ്ലേഡ് എന്നാണ്. വയർലെസ് LED ബ്ലാക്ക് ലൈറ്റ് ഉണ്ട് നമുക്ക് ഇതിലുണ്ട്. ഗെയിമിംഗ് മൗസാണ് അവർ പറയുന്നത്. പിന്നെ വയർലെസ് ആണ്, എർഗണോമിക്കാണ്. 7 കളർ RGB ലൈറ്റ് വരുന്നുണ്ട്. ബിൽഡിൻ റീചാർജബിൾ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റീചാർജ് ചെയ്യാൻ നമ്മുടെ ബാറ്ററിയുടെ ശല്യം ആവശ്യമില്ല. സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇത്രയധികം കളേഴ്സ് അവൈലബിൾ അതിന് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, ഗോൾഡ്, പിങ്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ABS ആണ്. ടൈപ്പ് 2.5 GHz ആണ് കേട്ടോ. DPI വരുന്നത് 800, 1200, 1600 ആണ്. നമ്പർ ഓഫ് കീസ് 4 ഉണ്ട്. ബട്ടൺ ക്ലിക്ക് ലൈഫ് എന്ന് പറയുന്നത് 20 മില്യൺ ടൈംസ് ആണ്. ബിൽഡിൻ റീചാർജബിൾ 600 mAh ബാറ്ററിയിൽ വരുന്നുണ്ട്. വർക്ക് റേഞ്ച് 10 മീറ്റർ ഉണ്ട്. പിന്നെ വെയിറ്റ് വരുന്നത് 67 ഗ്രാമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കുറച്ച് സ്റ്റണ്ണിങ് ഗെയിമിംഗ് എക്സ്പീരിയൻസ്, 3 അഡ്ജസ്റ്റബിൾ DPI ലെവൽ, ബി ഗെയിം റെഡി, കംഫർട്ടബിൾ ആൻഡ് റൈറ്റ് സൈസ്, ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വൈഡ്ലി കംഫർട്ടബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. റീചാർജബിൾ വയർലെസ് ഗെയിമിംഗ് മൗസ്, 7 കളർ ബ്ലാക്ക് ലൈറ്റ് കളർ, ബ്രീത്തിങ് ബ്ലാക്ക് ലൈറ്റ് വരുന്നുണ്ട്. 2.4 GHz വയർലെസ് ടെക്നോളജിയാണ്. മൾട്ടി സ്റ്റേജ് എനർജി സേവ് മോഡ് വരുന്നുണ്ട്. ടഫ് ബിൽഡ് ആണ്. കംഫർട്ട് യൂസ്, സ്ട്രോങ് കമ്പാറ്റബിലിറ്റി. നമുക്കിത് വിൻഡോസ് 7, 8, 10, XP, വിസ്ത, മാക്, ലിനക്സ് എല്ലാത്തിലും വർക്ക് ചെയ്യും. ഇതിൽ പ്രൈസ് വരുന്നത് 500 സംതിങ് റുപ്പീസാണ് നമ്മൾ വാങ്ങിയത്. ശരിക്കും MRP കൊടുത്തിരിക്കുന്നത് 1995 അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ നമുക്ക് ലിങ്കിൽ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചാനൽ സപ്പോർട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് നമ്മുടെ ലിങ്കിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്താലോ. ബോക്സ് സീൽഡാണ്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അൺബോക്സിങ് നൈഫ് എടുക്കാം, നമ്മുടെ സ്വിസ് നൈഫ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് സീൽ വരുന്നത്. അപ്പോൾ നമുക്ക് സീൽ കട്ട് ചെയ്യാം. സീൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വലിക്കല്ല, ഇങ്ങനെ തന്നെയാണ്, നോർമൽ ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്തൊക്കെ വരുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു മൗസ് തന്നെയാണ് വരുന്നത്. വേറെ ബുക്ക്ലെറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്, ഒരു കേബിൾ വരുന്നുണ്ട്, മൈക്രോ USB ചാർജ് ചെയ്യാനുള്ളത്. വേറെ കാര്യങ്ങളോട് ഒന്നുമില്ല. ബുക്ക്ലെറ്റ് ഇല്ല. ബുക്ക്ലെറ്റ് മിസ്സായതാണോ ഇല്ല അതാണോ എന്നറിയില്ല. യൂസർ മാനുവൽ സംഭവമൊന്നും കാണാനില്ല. എന്തായാലും ബോക്സിലില്ല. അപ്പോൾ ഇതാണ് മൗസ് വരുന്നത്. മൗസ് ഭയങ്കര ചെറുതാട്ടോ. നല്ല മൗസ് ഭയങ്കര ഒരു തിന്നാണ്. ബിൽഡ് ക്വാളിറ്റി ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടേക്ക് കുറച്ച് ഒരു കളറല്ല, ഒരു എന്താ പറയുക, ഫിനിഷിങ് ഇഷ്യൂ ഉണ്ട് ഇവിടെ ചെറുതായിട്ട്. വേറെ കാര്യങ്ങളൊന്നും കാണാനില്ല. ഇവിടെ നമുക്ക് ഓണാക്കി നോക്കാം. അതായത് ഓണാണ്, ഇത് ഓഫ്. ഓൺ ഓഫ് ബട്ടൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിക്കിങ്ങും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ഹൈ എൻഡൊന്നും പറയാനില്ല. നമ്മുടെ ലോജിടെക് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റിംഗ് ലൈറ്റ് പക്ഷേ ഓൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചാർജ് ഇല്ലാണ്ടാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കുറച്ചായിരുന്നു ചാർജ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മൗസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയാണ് മൗസ്. ഞാൻ അത്യാവശ്യം ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് കമ്പ്യൂട്ടറിലേക്ക് കുത്തണം കേട്ടോ, നമ്മുടെ ഇതിൻ്റെ ഡോക്ക്. അപ്പോൾ നമുക്ക് ആദ്യം കുത്താം, എന്നിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ നമ്മുടെ CPUൻ്റെ മുകളിൽ കുത്താണത്. കുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. നമ്മുടെ ഇത് ഓണാക്കിയാൽ നമ്മുടെ LED ലൈറ്റും കത്തുള്ളൂ കേട്ടോ. ഞാൻ ഓണാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ RGB ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല, ലൈറ്റിന് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഫുൾ മൂവി ആവുന്നുണ്ട്. കണ്ടോ, ഈ കുഴപ്പമില്ലാണ്ട് നല്ല ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ മൂവ് ആവുന്നുണ്ട്. ഇനി ലൈറ്റാണ് ഇതിൻ്റെ അട്രാക്ഷൻ. പിന്നെ ഭയങ്കര സ്ലിം ആട്ടോ. നമ്മുടെ നോർമൽ മൗസ് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതാണ് നോർമൽ മൗസ്. അപ്പോൾ കണ്ടോ, സൈസ് ഭയങ്കര സ്ലിമ്മാണ് സാധനം. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സ്ലിമ്മാണ്. ഒരു നമ്മുടെ ഈ ആപ്പിൾ മൗസിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് കോപ്പി അടിച്ച പോലെ ഉണ്ട്. പിന്നെ ഫുൾ ലൈറ്റാണ് കാര്യങ്ങൾ. സൈഡൊക്കെ സ്ട്രിപ്പാണ്, LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഗെയിമിംഗ് മൗസ് തന്നെയാണ്, വയർലെസ് ഗെയിമിംഗ് മൗസാണ്. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റബിൾ DPI ഇതിലുള്ള മോഡുള്ളതാണ്. അത് കീ സ്വിച്ചാണ് സംഭവം. അപ്പോൾ ഗെയിമിംഗ് ആൾക്കാർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്കും കുഴപ്പമില്ലാണ്ടൊക്കെ ഉപയോഗിക്കാം. ക്വാളിറ്റി പറഞ്ഞൊരു ആവറേജ് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ പ്രൈസിനുള്ള ക്വാളിറ്റി എനിക്കുണ്ടെന്ന് തോന്നുന്നു. നോർമലി ഗെയിമിംഗ് മൗസിനൊക്കെ നല്ല റേറ്റ് കൂടുതലാണ്. അതിന് ശരിക്കും ഒരു 699 രൂപ സംതിങ് ആണ് വരുന്നത്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വാങ്ങിക്കട്ടെ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വാങ്ങിക്കുമ്പോൾ ഒരു ചാനൽ സപ്പോർട്ടാണ്. അപ്പോൾ വാങ്ങിക്കാൻ ഇപ്പോൾ ഗെയിമിംഗ് മൗസ് ഒരു വയർലെസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആമസോണിൽ പോയിട്ട്.
അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നമ്മുടെ ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഗീവ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ 3 ഗീവ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി കാണുക. ഫോളോ ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണാം. ബൈ.